അക്ബർ, ലക്ഷ്മി, ബിന്നി ഇവര് 3 പേരിൽ ഒരാളാണ് അല്ലെങ്കിൽ ഒന്നിലധികം പേരാണ് ഔട്ട് ആവാൻ പോകുന്നത്. ടാസ്ക് ഒക്കെ നമ്മൾ പണ്ടേ കണ്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അതിൽ വലിയ പുതുമയൊന്നുമില്ല. പ്രൊമോ വന്നിരിക്കുകയാണ്, എവിക്ഷൻ പ്രൊമോ. അപ്പൊ എന്തായാലും ഔട്ട് ആയിട്ടുണ്ട്, ആരോ ഒരാൾ ഔട്ട് ആയിട്ടുണ്ട്. കാരണം ഒന്നിലധികം പേര് ഔട്ട് ആകുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് അറിയാം ടോപ്പ് 10ൽ ആരൊക്കെയാണെന്നുള്ളത്. എന്തായാലും 7 പേരെ കിട്ടി. ടോപ്പ് 10ലുള്ള 7 പേരല്ല 8 പേരെ നമുക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരാളായിരിക്കാം. എന്താണ് കാര്യമെന്ന് പറഞ്ഞു തരാം. എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട്, അതിന്റെ അപ്ഡേറ്റുകളും കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡിസ്കസ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവരുത്. എവിക്ഷൻ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 പേര് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഈ പറയുന്ന എവിക്ഷനിൽ. മൊത്തം നമുക്കറിയാം, ഷാനവാസിനെ ഇന്നലെ സേവ് ആക്കി, അനീഷിനെ സേവ് ആക്കി. മൊത്തം 8 പേര് നോമിനേഷനിൽ വന്നതിൽ ഇനി ബാക്കി 6 പേര്. ബിന്നി, ലക്ഷ്മി, അനുമോള്, അക്ബർ, സാബുമാൻ, നെവിൻ. ഇവര് 6 പേരാണ് ബാക്കിയുള്ളത്. ഇതിനകത്ത് നിന്നും ആ എവിക്ഷൻ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നത് ബിന്നിയും ലക്ഷ്മിയും നമ്മുടെ അക്ബറും മാത്രമാണ്. അതായത് ബാക്കിയുള്ളവരൊക്കെ സേവ് ആയി. അപ്പോൾ ടാസ്ക് വേറൊന്നുമല്ല, കഴിഞ്ഞ സീസൺ 6ൽ നമ്മുടെ ശ്രീതു എവിക്റ്റ് ആയ ടാസ്ക് ആണ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശ്രീതു എവിക്റ്റ് ആയ ടാസ്ക് ആണ്. ടോപ്പ് 6ൽ നിന്നും ടോപ്പ് 5ലേക്ക് ഡിക്ലെയർ ചെയ്ത ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. മറ്റേ ടെർമോക്കോളൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് കൊട്ടി ടെർമോക്കോൾ കളയുമ്പോൾ സേവ്ഡ് എവിക്റ്റഡ് എഴുതി വെച്ചിരിക്കും ഗാർഡൻ ഏരിയയിൽ. സെയിം ടാസ്ക്. കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് 5 ഡിക്ലെയർ ചെയ്ത സാധനമാണ് ഇത്തവണ ടോപ്പ് 10 ഡിക്ലെയർ ചെയ്യാനായിട്ട് വന്നത്. എന്തുകൊണ്ട് ടോപ്പ് 10 ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടോപ്പ് 11 ആണ്. 2 പേരെ എടുത്തു കഴിഞ്ഞ് ഒരു കാരണവശാലും ടോപ്പ് 9 അവരാക്കത്തില്ല, ടോപ്പ് 10 ആക്കും. ഇപ്പൊ നിലവിൽ നമുക്കറിയാം ആ വീട്ടിലുള്ളതില് ടോപ്പ് 10ലേക്ക് പലരും കയറിയിട്ടുണ്ട്. കാരണം ഈ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും എന്തായാലും ഒരാൾ ഔട്ടാണ്, ഉറപ്പാണ് ഒരാൾ ഔട്ടാവും. അപ്പോൾ ഈ എവിക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ട എല്ലാവരും ടോപ്പ് 10ൽ കയറും. ഏതാണ്ട് ഒരു 8 പേരോളം നമുക്ക് ഉറപ്പിക്കാം ആരൊക്കെയാണ് ടോപ്പ് 10ൽ എന്നുള്ളത്. കാരണം ബാക്കി നിൽക്കുന്നവർ ടോപ്പ് 10 ആണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ അവിടെ സേവ് ആയി നിൽക്കുന്ന ഷാനവാസ് ടോപ്പ് 10ൽ ആളാണ്, അനീഷ് ടോപ്പ് 10ൽ ആളാണ്, അനുമോള് ടോപ്പ് 10ൽ ആളാണ്, അടുത്ത് സാബുമാൻ ടോപ്പ് 10ൽ ആളാണ്, നെവിൻ ടോപ്പ് 10 ആണ്, അടുത്ത് നമ്മുടെ ആദില ടോപ്പ് 10 ആണ്, നൂറ ടോപ്പ് 10 ആണ്, പിന്നെ തന്നെ ആരുണ്ട്, ആര്യൻ ടോപ്പ് 10 ആണ്. ഇവര് 8 പേരെ നിങ്ങൾ ടോപ്പ് 10 ആയിട്ട് ഉറപ്പിച്ചോ. കാരണം ഇവർ 8 പേര് ഇനിയിപ്പം എന്തായാലും ഇവിടെ എവിക്ഷൻ നടന്നു. അപ്പൊ നമുക്ക് ടോപ്പ് 10നെ കിട്ടി. ഇനി 2 പേര് അക്ബർ, ബിന്നി, ലക്ഷ്മി ഇവരിൽ നിന്നും 2 പേരും കൂടി എവിടെ കയറും, ടോപ്പ് 10ൽ കയറും. ഒരാൾ ഔട്ടാവും. എന്തായാലും 2 പേര് ഔട്ട് ആക്കൂല. ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു 2 പേര് ഔട്ട് ആക്കത്തില്ല. ഒരാൾ ഔട്ടാക്കി ടോപ്പ് 10 ഡിക്ലെയർ ചെയ്യും. അപ്പൊ എന്തായാലും എനിക്കിത് കണ്ടിട്ട് ഔട്ട് ആവാൻ ഈ പറയുന്ന 3 പേര് അവിടെ നിൽക്കുമ്പോൾ ഔട്ട് ആവാനായിട്ട് യോഗ്യത, ഔട്ട് ആവേണ്ടത് ലക്ഷ്മിയാണ്. നമുക്ക് നോക്കാം ഇനി ബിന്നി വല്ല ഔട്ട് ആവോ അക്ബർ ഔട്ട് ആവോ എന്നുള്ളത് കണ്ടു പറയാം. ഇവര് 3 പേര് ബാക്കി വന്ന സ്ഥിതിക്ക് അതിൽ നിന്നും ലക്ഷ്മിയാണ് ഔട്ട് ആവേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ മസ്റ്റായിട്ട് താഴെ പറയുക. സാബുമാൻ ടോപ്പ് 10ൽ 21 പേര് ഈ ഹൗസിൽ ഉണ്ടായിരുന്നപ്പോൾ വന്ന ആളാണ് സാബുമാൻ. ഇപ്പൊ ടോപ്പ് 10ൽ കയറിയിട്ടുണ്ട്. കൊള്ളാം. ഇത് പ്രേക്ഷകരുടെ പ്രതിഷേധമാണ് ശരിക്കും. അത് എവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ നിൽക്കണം അവിടെ. നമുക്ക് കണ്ടു തന്നെ അറിയാം. അടുത്ത ലാലേട്ട പ്രൊമോ വരട്ടെ, അതിന്റെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.